സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഖത്തറിൽ ചേർന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ വളരെ പ്രസക്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം. നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഐക്യത്തോടെ കൈകോർത്ത് നിൽക്കുക എന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതുപോലെ എല്ലാ മുസ്ലിങ്ങളും സഹോദരന്മാരാണ്. അതിനാൽ നമ്മൾ ഒന്നായി തുടരണം. പതിവിന് വിപരീതമായി പെഷഷ്കിയാന്റെ ഈ വാക്കുകൾ അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്കെത്തിയ എല്ലാ രാഷ്ട്രതലവന്മാരുടെയും വികാരമായിരുന്നു. അസാധാരണമായി അതിവേഗത്തിൽ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒത്തുകൂടിയപ്പോൾ അത് ലോകത്തിന് നൽകിയത് പുതിയ സന്ദേശവുമാണ്. ഉടനടിയുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് ഉച്ചകോടി കടന്നില്ല എങ്കിൽ പോലും അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ബന്ധം ദൃഢമാക്കുന്ന രീതിയിലേക്കുള്ള മുന്നേറ്റത്തിന് ഉച്ചകോടി സാക്ഷ്യം വഹിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങളും വിശ്വാസപരമായ വ്യതിയാനങ്ങളും മാറ്റിവെച്ച് പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാനുള്ള ശക്തമായ തീരുമാനം ഊട്ടിയുറപ്പിച്ചാണ് ഖത്തർ ഉച്ചകോടി പിരിഞ്ഞത്. ഈ മേഖലയിലെ ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം എല്ലാ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് നേരെയും ഉണ്ടാകുന്ന ആക്രമണമായി കണക്കാക്കാൻ ഉച്ചകോടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇസ്രയേലിനെതിരെയുള്ള വ്യക്തമായ സന്ദേശവുമാണ്. ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കാൻ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ മുൻകൈ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ രോഷത്തിൽ തങ്ങൾ പെടില്ല എന്ന് ഉറപ്പാക്കാനുള്ള നീക്കമാണ് സത്യത്തിൽ അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് കാണാനാകും. ഇസ്രയേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് കിട്ടിയെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ നെതന്യാഹുവിന്റെ അഹങ്കാരസ്വരത്തിലുള്ള സംസാരം മറുഭാഗത്ത് തുടരുകയാണ്. പക്ഷെ അപ്പോഴും രാജ്യം സാമ്പത്തികമായി ഒറ്റപ്പെട്ടെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു നെതന്യാഹു. അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരുമ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം അതുകൊണ്ടൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ വികാരമാണ് ഉച്ചകോടിയിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. സൈനിക ശേഷിയുടെ പങ്കുവയ്ക്കലും റഷ്യൻ ചേരിയിലേക്ക് നീങ്ങിയാലോ എന്ന ആലോചനയുമൊക്കെ ഉച്ചകോടിയിൽ പങ്കുവയ്ക്കപ്പെട്ടു. ഈ പുതിയ സാഹചര്യം പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അറബ് ഇസ്ലാമിക് ഒരുമ പല ശക്തികളെയും വിളറി പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഇത്രയും നാൾ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്കിടയിൽ ശത്രുതയും പ്രശ്നങ്ങളും വളർത്തിയവർ പുതിയ സാഹചര്യത്തിൽ ലേലു അല്ലു പറഞ്ഞ് പ്രശ്നം തീർക്കാൻ നോക്കുന്നതും ലോകം കാണുകയാണ്. ഖത്തറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത്. UN സമ്മേളനത്തിനെത്തിയ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിക്ക് വൈറ്റ് ഹൗസിൽ ട്രംപ് വിരുന്നൊരുക്കി ഉന്നതതല ചർച്ച നടത്തി. ഇപ്പോഴിതാ ഖത്തറിനെ ഇനി ഇസ്രയേൽ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയെന്നുള്ള കാര്യവും ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഖത്തറിനെ സമാധാനപ്പെടുത്താനും ഒപ്പം നിർത്താനുമുള്ള നീക്കങ്ങളാണ്. പക്ഷേ ഖത്തറി വികാരം വല്ലാത്ത രീതിയിൽ വ്രണപ്പെട്ട അവസ്ഥയിലാണ്. ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് നെതന്യാഹു മുൻകൂട്ടി തന്നെ അറിയിച്ചില്ല എന്ന് ട്രംപ് ആണയിടുമ്പോഴും അത് വിശ്വസിക്കാൻ ഖത്തർ കൂട്ടാക്കുന്നില്ല. ഖത്തർ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. അമേരിക്കയ്ക്കെതിരായ അമർഷവും ഖത്തർ നേതാക്കൾ ഒളിപ്പിച്ചു വെക്കുന്നില്ല. ട്രംപിന്റെ അനുനയ ശ്രമങ്ങൾ പരോക്ഷമായി തന്നെ തള്ളുന്ന രീതിയിലാണ് ഖത്തറിന്റെ പ്രസ്താവനകൾ. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തെ ഭീരുത്വമെന്നും തെമ്മാടിത്തരവുമെന്നൊക്കെയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വിശേഷിപ്പിച്ചത്. ഉച്ചകോടിയിൽ സംസാരിച്ച എല്ലാ രാഷ്ട്രതലവന്മാരും ഇസ്രയേലിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഒപ്പം അമേരിക്കയ്ക്കെതിരായ അമർഷവും എല്ലാവരും വ്യക്തമാക്കി. ഉച്ചകോടിയിലുണ്ടായ പ്രധാന തീരുമാനങ്ങളും അതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറബ് ഇസ്ലാമിക് മേഖലയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും പൊതുവായ ആക്രമണമായി കണക്കാക്കും എന്നത് തന്നെയാണ്. അതിപ്പോൾ ഗാസയിലായാലും യമനിലായാലും അങ്ങനെ തന്നെ. ആ നിലയ്ക്ക് കാര്യങ്ങളെ കാണാനാണ് കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായ ഒരു തീരുമാനമായി കാണാവുന്ന മറ്റൊന്ന് കൂട്ടായ ഒരു സുരക്ഷാ കാഴ്ചപ്പാട് കൊണ്ടുവരും എന്നതാണ്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ സൈനിക സഹകരണം കൂടിയാണ് ഇത് അർത്ഥമാക്കുന്നത്. തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു അത്. മുസ്ലിം രാജ്യങ്ങൾക്ക് ഇസ്രയേലിനെ തടയാനുള്ള മാർഗവും ശേഷിയും ഉണ്ടെന്ന് പറഞ്ഞ എർദോഗൻ തുർക്കിയുടെ പ്രതിരോധ വ്യവസായ ശേഷി സഹോദര രാജ്യങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്നും ഈ ഉച്ചകോടിക്കിടെ വ്യക്തമാക്കിയിരുന്നു. പുതിയ പ്രാദേശിക ക്രമം രൂപീകരിക്കാൻ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്താമെന്ന നിർദ്ദേശം ഉയർന്നു. അമേരിക്കയെ മാത്രം ആശ്രയിച്ചാൽ വീണ്ടും ചതിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി. റഷ്യ, ചൈന, ഉത്തര കൊറിയ ചേരിയിലേക്ക് അറബ് ലോകത്തെ അടുപ്പിക്കാനുള്ള നീക്കമാണ് ഇറാൻ ഉച്ചകോടിയിലും സ്വീകരിച്ചത്. ഒപ്പം ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കുള്ള മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും തുടരാൻ ഉച്ചകോടി തീരുമാനിച്ചു.
ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല. ശ്രദ്ധിക്കണം, ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല. ഇസ്രയേലിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. അന്താരാഷ്ട്ര സമൂഹവും UN രക്ഷാസമിതിയും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. ആയുധ വിതരണം അടക്കം നിർത്തിവെക്കണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു. പലസ്തീനെ മുൻനിർത്തിയുള്ള ഇസ്രയേലിന്റെ എല്ലാ നീക്കങ്ങളെയും തടയാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ സമ്മർദ്ദം ചെലുത്തും. അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്കും ശ്രമം നടത്തണമെന്ന് ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ഇതിനായി ഉപരോധം, ആയുധ വിതരണം നിർത്തിവെക്കൽ, നയതന്ത്ര ബന്ധങ്ങൾ റദ്ദാക്കുക തുടങ്ങിയ നടപടികളിലേക്ക് രാജ്യങ്ങൾക്ക് പോകാമെന്നും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ടുകൾ നടപ്പാക്കാൻ റോം സ്റ്റാറ്റ്യൂട്ട് അംഗങ്ങളായ OIC അംഗങ്ങളോട് അല്ലെങ്കിൽ OIC അംഗങ്ങളായ രാജ്യങ്ങളോട് ഉച്ചകോടി നിർദ്ദേശിച്ചു. അതായത് നെതന്യാഹുവിനെതിരായ ക്രിമിനൽ കുറ്റത്തിലടക്കം ICC കൊണ്ട് നടപടി എടുപ്പിക്കണം. ഈ തീരുമാനങ്ങളെല്ലാം സൂക്ഷ്മമായി നമുക്ക് പരിശോധിച്ചാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടിയാകുന്ന നീക്കങ്ങളാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രയേലും UAEയും ബഹ്റൈനുമായുള്ള അബ്രഹാം അക്കോർഡ്സ് റദ്ദാക്കലിലേക്ക്, ആ രേഖ അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കലിലേക്ക് വരെ കാര്യങ്ങളെത്താം. ഒപ്പം എണ്ണ, സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ കൊണ്ടുവന്നാൽ ഇസ്രയേലിനൊപ്പം അമേരിക്കയും കുരുങ്ങുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഖത്തറിനെയും സൗദിയെയും ജോർദാനെയും അനുനയിപ്പിക്കാനുള്ള സജീവ നീക്കങ്ങൾ ഇപ്പോഴും ട്രംപ് നടത്തുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഖത്തറിലെത്തിയിട്ടുണ്ട്. അനുനയ നീക്കങ്ങൾ തന്നെയാണ് അജണ്ട. റൂബിയോ ഇസ്രയേലിൽ നിന്നാണ് ഖത്തറിലേക്ക് വന്നത്. ഖത്തറിനെ ആക്രമിച്ചതിലുള്ള ട്രംപിന്റെ വിയോജിപ്പ് നെതന്യാഹുവിനെ അറിയിച്ചുവെന്ന് റൂബിയോ പറഞ്ഞു. അപ്പോഴും ട്രംപിനെ തള്ളുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായാണ് നെതന്യാഹു മറുഭാഗത്ത് രംഗത്തെത്തുന്നത്. റൂബിയോയ്ക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു അഹങ്കാര സ്വരത്തിൽ വീണ്ടും ഭീഷണി മുഴക്കിയത്. വിദേശത്തുള്ള ഹമാസ് നേതാക്കളെ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രയേലിന് അതിർത്തികൾക്കപ്പുറത്തും സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇസ്രയേൽ സാമ്പത്തികമായി ഒറ്റപ്പെട്ടെന്ന് നെതന്യാഹു തുറന്ന് സമ്മതിക്കുകയുമാണ്. ഗാസ യുദ്ധം വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ എത്തിച്ചുവെന്നാണ് നെതന്യാഹു തന്നെ പറയുന്നത്. വിദേശ വ്യാപാരത്തെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായൊരു സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കണമെന്നാണ് നെതന്യാഹുവിൻ്റെ ആഹ്വാനം. ഈ ഏറ്റുപറച്ചിലിനെതിരെ ഇസ്രയേലിലെ പ്രതിപക്ഷവും പ്രക്ഷോഭകാരികളും രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. നെതന്യാഹുവിൻ്റെ യുദ്ധക്കൊതിയും മോശം നയങ്ങളുമാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് ഇസ്രയേലിനെ എത്തിച്ചത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് അടക്കം അവിടെ ഉയർത്തുന്നത്. അതിനിടെ ഖത്തർ ആക്രമണത്തെ മൊസാദ് എതിർത്തു എന്നുള്ള ഒരു നറേറ്റീവ് ഇസ്രയേലിന്റെ പ്രൊപ്പഗണ്ട ന്യൂസ് ആണെന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. മൊസാദ് തലവനും ഖത്തറുമായുള്ള ബന്ധം നിലനിർത്തി പോകാൻ വേണ്ടിയാണ് ഇത്തരം വാർത്തകളെന്നാണ് വിമർശനം ഉയരുന്നത്. ഖത്തറുമായുള്ള പാലമായി മൊസാദ് തലവൻ നിലനിൽക്കട്ടെ എന്നുള്ള ഒരു ആശയമാണ് ഇതിന് പിന്നിൽ. ഹമാസ് നേതാക്കളുള്ള സ്ഥലം കണ്ടുപിടിച്ചതും അത് നെതന്യാഹുവിനെ അറിയിച്ചതും മൊസാദ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് മൊസാദ് ആക്രമണത്തിൽ പങ്കുചേർന്നില്ല എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. മൊസാദിന്റെ ഓപ്പറേഷൻ പരാജയപ്പെടും എന്ന് ഉറപ്പിക്കുന്നത് കൊണ്ടാണ് ഇസ്രയേൽ വ്യോമാക്രമണം എന്ന പദ്ധതിയിലേക്ക് നീങ്ങിയതെന്നും വിമർശകർ പറയുന്നു. ഖത്തർ ആക്രമണം പരാജയപ്പെട്ടതുകൊണ്ടും വലിയ വിമർശനം ഉയർന്നതുകൊണ്ടുമാണ് മൊസാദിനെ വെള്ളപൂശുന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ അനുകൂല പത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നുമാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് അതൊരു പ്രൊപ്പഗണ്ട ന്യൂസാണ്. മൊസാദ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് തന്നെയാണ് വിദേശകാര്യ വിദഗ്ധരെല്ലാം എത്തുന്നത്. എന്തായാലും അറബ് ഇസ്ലാമിക് ഉച്ചകോടി അമേരിക്കയെ പോലെ തന്നെ ഇസ്രയേലിനെയും ഭയപ്പെടുത്തുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിന് ഇപ്പോൾ എതിരാണ്. നാറ്റോ അംഗരാജ്യങ്ങളും കടുത്ത ദേഷ്യത്തിലാണ്. ഇപ്പോൾ ആകട്ടെ പശ്ചിമേഷ്യ ഒന്നാകെയും എതിർത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ UN രക്ഷാസമിതി അംഗത്വം തുലാസിലാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങളും കൂടി വന്നാൽ ഇസ്രയേൽ പെട്ടുപോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ദോഹ ഉച്ചകോടി പുതിയ സുരക്ഷാ ഘടനയുടെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഒരുമ ദൃശ്യമാകുന്നതായും ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതായും റോം സർവകലാശാലയിലെ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഗ്ലോബൽ പൊളിറ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ്രിയ ഡെസിയെ പോലുള്ളവർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാം അക്കോർഡ്സ് പോലുള്ള കരാറുകൾ റദ്ദാക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കാണുന്ന വിദേശകാര്യ വിദഗ്ധർ നിരവധി പേരാണ്. എണ്ണ ഉപരോധത്തിലേക്കും ഗൾഫ് രാജ്യങ്ങൾ നീങ്ങിയേക്കാം. എന്താണ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ നീക്കമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പഴയതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് സാഹചര്യം. അത് അമേരിക്കൻ നയതന്ത്ര വിദഗ്ധരും മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? പ്രഖ്യാപനങ്ങൾക്കപ്പുറം അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം.
നന്ദി, നമസ്കാരം.